എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിക്സഡ് വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം തുടർച്ചയായി ഇളക്കി കൊടുക്കുക. സവാള അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തത്, ബീൻസ് 10 എണ്ണം കട്ട് ചെയ്തത്, ഗ്രീൻ പീസ് 1/2 കപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, ഫ്രോസൺ ആണ്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കുക. അടുത്തതായി ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തുടർച്ചയായി 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 7 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് വെജ് കുറുമയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ട് 10 എണ്ണം, 1/2 ടീസ്പൂൺ ഉപ്പ്, വെള്ളം എന്നിവ ചേർക്കുക. ഇത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.